എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും സംസ്ഥാനത്തെ പാല് വിലയുമായി ബന്ധപ്പെടുത്തി മിൽമ യൂണിയൻ വില കൂട്ടുന്നതിന് വേണ്ടി ശുപാർശകൾ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഉൽപാദന ചെലവും കൂലി വർധനവും കണക്കിലെടുത്ത് പാല് വില കാലോചിതമായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് മിൽമ ഫെഡറേഷനോട് ആവശ്യപ്പെടാൻ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടിയ ഭരണസമിതി തീരുമാനം ഫെഡറേഷന് സമർപ്പിച്ചെന്നും ചെയർമാൻ CN വത്സലംപിള്ള ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കൊഴുപ്പ് കൂടിയ പാലായ മിൽമ റിച്ച് കവർ പാലിന് 1/2 ലിറ്ററിന് 29 രൂപയിൽ നിന്ന് 30 രൂപയായിട്ട് കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ കൊഴുപ്പ് കുറഞ്ഞ പാലിന് 1/2 ലിറ്റർ പാക്കറ്റിന് 24 രൂപയിൽ നിന്നും 25 രൂപയിലോട്ട് കഴിഞ്ഞ വർഷം ഇതിനോടകം തന്നെ വർദ്ധിപ്പിച്ചതാണ്. പാലുൽപാദന സംസ്ഥാനത്ത് അനുദിനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ വീണ്ടും പാല് വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശുപാർശകൾ ചെയ്തിട്ടുള്ളത്. കാലാവസ്ഥ വ്യതിയാനവും മറ്റു രോഗങ്ങളും കാരണം ക്ഷീര കർഷക മേഖലയുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നിലവിൽ ഇപ്പോൾ പാലുവില വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നത്. ആഭ്യന്തര ഉപഭോഗം നിറവേറ്റുന്നതിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്ഷീര കർഷകർ നേരിടുന്ന മറ്റ് വിഷയങ്ങളിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചില്ല എങ്കിൽ ഈ മേഖല വലിയ തകർച്ചയെ നേരിടുമെന്നും ചെയർമാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കർഷകരെ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പാല് വില ലിറ്ററിന് 10 രൂപയെങ്കിലും അടിയന്തരമായിട്ട് വർധനവോടൻ നടപ്പിലാക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്ഷീര കർഷക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്ത് കർഷകരെ സഹായിക്കണമെന്നും ഭരണസമിതി യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ക്ഷീര കർഷകർക്ക് ഉൽപാദന ചെലവിനനുസരിച്ചുള്ള ന്യായമായ വില ലഭിക്കാത്തതുകൊണ്ട് ചെറുകിട നാമമാത്ര കർഷകരും ഫാം നടത്തുന്നവരും ഉൾപ്പെടെയുള്ള മറ്റ് കർഷകർ ഈ രംഗത്ത് നിന്ന് പിന്മാറുകയാണ്. അതിനാൽ പാലുവില വർധനവ് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. അതിന് മിൽമ ഫെഡറേഷൻ സമ്മർദ്ദം ചെലുത്തണമെന്നും ചെയർമാൻ ഇപ്പോൾ നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ പാലുവില വർദ്ധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പാല് പ്രത്യേകിച്ച് ഈ ചൂട് മാസങ്ങളിലോട്ട് കടക്കുമ്പോൾ പാലിന് സാധാരണ ലിറ്ററിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്തായാലും വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ കർഷകർക്ക് വളരെയധികം പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക പരമായിട്ടുള്ള മറ്റ് വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.